أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഅലയുടെ 6-7 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സനുഖരിഉക ഫലാ തൻസാ. സനുഖരിഉക, നാം താങ്കൾക്ക് ഓതിത്തരും അഥവാ താങ്കൾക്ക് വായിച്ചു തരും. ഫലാ തൻസ, അപ്പോൾ താങ്കൾ മറന്നു പോവുകയില്ല. ഇല്ലാ മാ ശാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലാണ് അങ്ങനെ സംഭവിക്കുക. അല്ലാഹു ഉദ്ദേശിച്ചാലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇന്നഹു, തീർച്ചയായും അവൻ, യഅലമുൽ ജഹ്റ, അവൻ പരസ്യമായത് അറിയുന്നു, വമാ യഖ്ഫാ, രഹസ്യമായതും അറിയുന്നു. നേരത്തെ സൂറത്തുൽ അഅലയുടെ ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അത്യുന്നതനായ അള്ളാഹുവിൻ്റെ നാമത്തെ പ്രകീർത്തനം ചെയ്യാൻ ആ അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്നും രൂപപ്പെടുത്തിയതെന്നും ആ അള്ളാഹുവാണ് കണക്കാക്കിയതെന്നും അവനാണ് ഹിദായത്ത് നൽകിയതെന്നും അവനാണ് മേച്ചിൽ പുല്ലുകൾ ഉണ്ടാക്കി തന്നതെന്നും അത് അവസാനം ചാരനിറത്തിലുള്ള ചവറുകളായി നീക്കം ചെയ്യപ്പെടുമെന്നും ഒക്കെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഇവിടെ അള്ളാഹു പറയുന്നത് സനുഖരിഉക ഫലാ തൻസാ, നാം താങ്കൾക്ക് ഓതിത്തരും, താങ്കൾക്ക് ഞാൻ വായിച്ചു തരും. ഫലാ തൻസ, അപ്പോൾ താങ്കൾ മറന്നു പോവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം. അദ്ദേഹം അക്ഷരജ്ഞാനമില്ലാത്തയാളായിരുന്നു. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിവില്ലായിരുന്നു. ആ പ്രവാചകനാണ് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നുബുവത്ത് നൽകുന്നത്, അള്ളാഹു പ്രവാചകനാക്കുന്നത്. അതിനുശേഷം അള്ളാഹു ചിന്തിക്കാൻ പോലും പറ്റാത്ത, മറ്റുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും സാഹിത്യ ഭംഗിയുള്ള, ഒരുപാട് അർത്ഥ തലങ്ങളുള്ള വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് ജിബ്രീൽ മുഖാന്തരം. ജിബ്രീൽ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് ഓതി കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പേടി കൊണ്ട്, മറന്നുപോകുമോ എന്ന ബേജാറ് കൊണ്ട് അദ്ദേഹം പലപോലും അത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരുന്നു എന്നാണ്. ജിബ്രീൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറേ പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കും. മറന്നുപോയാൽ അള്ളാഹു നൽകിയിട്ടുള്ള, അള്ളാഹു തന്നെ ഏൽപ്പിച്ചിട്ട ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും കുറവ് വന്നു പോകുമോ എന്ന ഭീതി, അത് പല പ്രാവശ്യം അദ്ദേഹത്തെ അത് ഓതാൻ നിർബന്ധിതമാക്കുമായിരുന്നു. ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുകയാണ്. സനുഖരിഉക, ഞാൻ താങ്കൾക്ക് ഓതിത്തരാം, താങ്കൾക്ക് വായിച്ചു തരാം. ഫലാ തൻസ, പിന്നീട് താങ്കൾ മറന്നു പോവുകയില്ല. ഇത് 2 രൂപത്തിൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിക്കുമ്പോൾ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പല പ്രാവശ്യങ്ങളിൽ ഓതിക്കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു എന്ന് ആകുന്നത് വരെ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റു ചിലർ പറഞ്ഞത് ഒരൊറ്റ പ്രാവശ്യം ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുമ്പോൾ തന്നെ, വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഹൃദിസ്ഥമാകുമെന്നും ഹൃദയത്തെ അള്ളാഹു അത്രയും ബലവത്താക്കിയിരുന്നു എന്നുള്ളതാണ്. കിട്ടുമ്പോഴേക്ക് അപ്പടി അത് ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു എന്ന രൂപത്തിൽ, ഒരു സന്ദേഹവുമില്ലാത്ത രൂപത്തിൽ അത്രയും ഉറച്ച ഒരു മനസ്സ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സനുഖരിഉക, നാം താങ്കൾക്ക് വായിച്ചു തരും അല്ലെങ്കിൽ ഓതിത്തരും. ഫലാ തൻസ, പിന്നീട് താങ്കൾ മറന്നു പോവുകയില്ല. ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും പ്രവാചകരുടെ അടുത്ത് ഒരായത്ത് പോലും മറന്നു പോവുകയോ അത് മറ്റുള്ളവർക്ക് ലഭ്യമാവാതിരിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇല്ലാ മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞത്? നമ്മൾ എന്ത് ഉണ്ടെങ്കിലും ഇൻഷാ അള്ളാഹ് എന്നുള്ള ആ പ്രയോഗം നമ്മളുടെ മനസ്സിലുണ്ടാവണം.
ഈ റസൂലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു ഇല്ലാ മാഷാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാലേ കാര്യങ്ങൾ നടക്കൂ എന്ന വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്ത് കാര്യങ്ങൾ, ഞാൻ നാളെ വരാം എന്ന് പറയുമ്പോഴും ഇൻഷാ അള്ളാഹ്, നാളെ നമുക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാം ഇൻഷാ അള്ളാഹ്, വൈകുന്നേരം റെഡിയാക്കാം അവിടെ ഇൻഷാ അള്ളാഹ്. കാരണം ഇപ്പം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്നത് നമ്മളൊരു സ്ഥിരം ശൈലിയായി ഉപയോഗിക്കണമെന്ന നിലക്കാണ് അള്ളാഹു ഇവിടെ ഈ കാര്യം സൂചിപ്പിച്ചത്. ഇല്ലാ മാഷാ അള്ളാഹ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശേഷണം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. അള്ളാഹു രഹസ്യവും പരസ്യവും, അള്ളാഹു പരസ്യമായത് അറിയുന്നവനാണ്, അതേപോലെ തന്നെ വമാ യഖ്ഫാ രഹസ്യമായത് പറയുന്നവനാണ്. എല്ലാം അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ്ക്ക് അറിയാത്തതായി ഒന്നുമില്ല. ഭൂമിൻ്റെ ഏത് തട്ടിൽ വെച്ച് ചെയ്താലും, ഏത് ഉള്ളറകളിൽ വെച്ച് ചെയ്താലും, എങ്ങനെ മെല്ലെ ചെയ്താലും ഉറക്കെ ചെയ്താലുമൊക്കെ, ശബ്ദത്തിൽ ചെയ്താലും ശബ്ദമില്ലാതെ ചെയ്താലും ആംഗ്യ ഭാഷയിൽ ചെയ്താലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന സൂചന തന്നെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും കാത്തുരക്ഷിക്കുകയും നല്ല ബോധത്തോടുകൂടി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.